നമ്മളെല്ലാവരും കാത്തിരുന്ന നിയോൺ സ്റ്റിക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈവൻ്റാണ് ഫ്രണ്ട്സ് ഫ്രീ ഫയറിലേക്ക് വന്നിരിക്കുന്നത്. ഈവൻറ്റിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് BTSന്റെ ക്രിസ്റ്റൽ ടോക്കൺ ലഭിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും BTS ടോക്കൺ ക്ലെയിം ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കയ്യിൽ നിയോൺ സ്റ്റിക്ക് ടോക്കൺ കുറവാണ്. 100 നിയോൺ ടോക്കൺ ആവശ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും ഈ BTS ക്രിസ്റ്റൽ ടോക്കണായിട്ട് എക്സ്ചേഞ്ച് അടിക്കാനായിട്ട്. ഇതുപോലെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്, ടോക്കൺസ് കുറവുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആരും സെറ്റ് അടിക്കേണ്ട യാതൊരു കാര്യമില്ല, കാരണം നമുക്ക് എല്ലാവർക്കും ഈ നിയോൺ സ്റ്റിക്ക് ടോക്കൺ ലഭിക്കുന്നുണ്ട്. ടോക്കൺ ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്ലേയേഴ്സ് കമന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആരും സെറ്റ് അടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല, കാരണം നമുക്ക് എല്ലാവർക്കും 100 ടോക്കൺസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ ഏപ്രിൽ 2 റെഫറൻസ് ആയിട്ടുള്ളൂ. ഏപ്രിൽ 16 വരെ ഈവന്റ് ഉണ്ടാവും. അതായത് നമുക്ക് ഇനിയും 14 ദിവസം ബാക്കിയുണ്ട്. ഏപ്രിൽ 16 വരെ ഈവന്റ് ഉണ്ടാവും നമ്മുടെ ഫ്രീ ഫയറിൽ. ഈ 14 ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും ഒരുപാട് നിയോൺ സ്റ്റിക്ക് ടോക്കൺ എടുക്കാൻ സാധിക്കും. കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് 100 നിയോൺ സ്റ്റിക്ക് ടോക്കൺ ആവശ്യമുണ്ട്. ഈ 100 നിയോൺ സ്റ്റിക്ക് ടോക്കൺ എങ്ങനെ കിട്ടും, എങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. സോ നമ്മളെല്ലാവരും BTSന്റെ ക്രിസ്റ്റൽ ടോക്കൺ എക്സ്ചേഞ്ച് അടിക്കാൻ പറ്റുന്ന ഈവന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും 100 ടോക്കണാണ് ഇവിടെ ആവശ്യമുള്ളത്. ഈ ഒരു ടോക്കൺ ലഭിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഗെയിം കളിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പ്ലേയേഴ്സിന് എക്സാമും പിന്നെ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മിക്ക പ്ലേയേഴ്സിനും ഗെയിം കളിക്കാൻ സമയം കിട്ടാറില്ല. ഗെയിം കളിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് മിക്ക പ്ലേയേഴ്സിനും ഇത് എക്സാം ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ നിയോൺ സ്റ്റിക്ക് ടോക്കൺ എടുക്കാൻ സാധിക്കുന്നില്ല. ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 16 വരെ നമുക്ക് എല്ലാവർക്കും 2 ടോക്കൺസ് വെച്ച് ലഭിക്കും. ആഫ്റ്റർ മാച്ച് ഡ്രോപ്പായിട്ട് ലഭിക്കാൻ പോകുന്നത് 2 ടോക്കൺ വെച്ചായിരിക്കും. ഇങ്ങനെ നമ്മളെല്ലാവരും ഒരു 5 ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 10 ടോക്കൺ ആയിരിക്കും. നമ്മളെല്ലാവരും ഫുൾ മാപ്പ് ഒക്കെ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മാപ്പിലൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ഒരു നിയോൺ സ്റ്റിക്ക് ടോക്കൺ ലഭിക്കുന്നുണ്ട്. ഈവന്റ് അവസാനിക്കാൻ ഒരു 12 അല്ലെങ്കിൽ 14 ദിവസമൊക്കെ ബാക്കിയുണ്ട്. സോ നമ്മളെല്ലാവരും ഡെയിലി ഇതുപോലെ ഒരു 5 ഗെയിം വെച്ച് കളിക്കുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്നത് 10 ടോക്കൺ ആയിരിക്കും. നമ്മൾ ഇതുപോലെ എല്ലാ ദിവസവും 10 ടോക്കൺ വെച്ചിട്ട് 10 ദിവസം കളിക്കുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും 100 ടോക്കൺ ആയിരിക്കും. ആകെ ഫുള്ള് അത് ടോട്ടൽ ടോക്കൺസ് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു 150-100 ടോക്കൺസ് കാണാൻ സാധിക്കും. ഏപ്രിൽ 9 മുതൽ നമുക്ക് എല്ലാവർക്കും 4 ടോക്കൺസ് വെച്ച് ലഭിക്കുന്നതായിരിക്കും. കാരണം BTS ഈവന്റിന്റെ പീക്ക് ഡേ ഏപ്രിൽ 9-നാണ്. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, റിലാക്സ് ആയിരിക്കും. അതായത് നമുക്ക് എല്ലാവർക്കും ഒട്ടനേകം ഒരുപാട് ടോക്കൺസ് ഒക്കെ ലഭിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മൾ എല്ലാ ദിവസവും ഡെയിലി ഒരു 10 ഗെയിം വെച്ച് കളിക്കുക, സിമ്പിൾ ആയിട്ട് ടോക്കൺസ് ക്ലെയിം ചെയ്യുക. 100 ടോക്കൺ ആകുമ്പോൾ ഇവിടെ വന്നിട്ട് എക്സ്ചേഞ്ച് അടിക്കുക. ആഫ്റ്റർ മാച്ച് ഡ്രോപ്പിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു നിയോൺ സ്റ്റിക്ക് ടോക്കൺ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരു 12-14 ദിവസം ബാക്കിയുണ്ട് നമുക്ക് ഈ ഈവന്റ് അവസാനിക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും ദിവസം നമ്മളെല്ലാവരും ഗെയിം കളിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 100 ടോക്കൺസ് കൂടുതൽ നമുക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഏപ്രിൽ 9 മുതൽ നമുക്ക് എല്ലാവർക്കും 4 ടോക്കൺസ് വരെ ലഭിക്കുന്നതായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ അങ്ങനെ നമ്മളെല്ലാവരും 10 ഗെയിം അന്ന് മുതൽ കളിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ടോക്കൺസ് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല നമ്മൾ ഇന്ന് മുതൽ ടോക്കൺസ് ക്ലെയിം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് 200 ടോക്കൺസ് വരെ നമുക്ക് ക്ലെയിം ചെയ്യാം. ഈവന്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡെയിലി ഒരു 10-12 ഗെയിം കളിച്ചിട്ട് നമ്മളെല്ലാവരും ഈ നിയോൺ സ്റ്റിക്ക് ടോക്കൺ ഒക്കെ ഡെയിലി എടുക്കുക. സോ നിങ്ങൾക്ക് നമ്മുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടാൻ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.